ചിലപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടില്ലേ, ചില വ്യക്തികളെ എന്തിനാണ് നമ്മൾ കണ്ടുമുട്ടിയതെന്ന്? നിങ്ങളെ സ്നേഹിച്ചവർ, നിങ്ങൾക്ക് സ്നേഹം നിഷേധിച്ചവർ, നിങ്ങളുടെ ബലഹീനതകളെ പരിഗണിച്ചവർ, അതിനെ മുതലെടുത്തവർ, ഒരു വാക്ക് ചോദിക്കുന്നതിന് മുൻപേ നിങ്ങളെ സഹായിക്കാൻ കൈകൾ നീട്ടിയവർ, നിങ്ങളുടെ നീട്ടിയ കരങ്ങളെ കണ്ടില്ലെന്ന മട്ടിൽ മുഖം തിരിച്ചു നടന്നവർ, നിങ്ങളെ നാണം കെടുത്തിയവർ, ലജ്ജിക്കാൻ അനുവദിക്കാതെ സ്വകാര്യമായി മാപ്പു നൽകിയവർ, നമ്മുടെ ഉള്ളിലെ സ്നേഹത്തെ ഊറ്റിക്കുടിച്ചുകൊണ്ട് ഒടുവിൽ നമ്മെ തനിച്ചാക്കി നടന്നതെന്ന പ്രണയം, തിരിച്ചു വേണ്ടത്ര സ്നേഹിക്കാതിരുന്നിട്ടും അത്ര കണ്ട് പരിഗണിക്കാതിരുന്നിട്ടും വിട്ടകലാതെ ഒരു കല്ലേറ് ദൂരം കൂടി സഞ്ചരിച്ചുകൊണ്ട് അത്ഭുതപ്പെടുത്തുന്ന ഉറ്റ സുഹൃത്തുക്കൾ. എല്ലാ പ്രതീക്ഷയും നശിച്ച് ഇനി എന്തു ചെയ്യണമെന്നറിയാതെ ജീവിതം ഇരുട്ടിലായപ്പോൾ വെളിച്ചത്തിലേക്ക് നിങ്ങളെ തിരികെ നടക്കാൻ പ്രേരിപ്പിച്ച വാട്സപ്പ് സന്ദേശം അയച്ചു നിന്ന കൂട്ടുകാരൻ. അങ്ങനെ ഒരുപാട് ആളുകൾ. നമ്മുടെയൊക്കെ ജീവിതത്തിലൂടെ ഈ മനുഷ്യരൊക്കെ കടന്നുപോയത് എന്തുകൊണ്ടായിരിക്കും? ആരാണവരെ ഈ നിയോഗങ്ങളുമായി നമ്മുടെ അരികിലേക്ക് പറഞ്ഞു വിട്ടത്? എൻ്റെ ജീവിതത്തിലും ഇതുപോലെ ഒരുപാട് ആളുകൾ വന്നു. അങ്ങനെ വന്നവരെ, എന്നെ തൊട്ടവരെ, എന്നെ കുറെ കൂടി നല്ലൊരു മനുഷ്യനാകാൻ പ്രേരിപ്പിച്ചവരെ ഞാൻ വിളിക്കുന്ന പേരാണ് ദൈവത്തിന്റെ ചാരൻ. ജോസഫ് അന്നംകുട്ടി ജോസ് എഴുതിയ ദൈവത്തിന്റെ ചാരന്മാർ എന്ന പുസ്തകത്തിന്റെ ആമുഖത്തിലെ ചില വരികളാണ് ഞാൻ വായിച്ചത്. വളരെ വലിയൊരു ഇൻസൈറ്റ് ഈ വരികൾ തരുന്നുണ്ട്. നമ്മുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുള്ള ഓരോ മനുഷ്യരും, നമ്മുടെ ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോയ മനുഷ്യരും, പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് നമ്മുടെ ലൈഫിൽ നിന്ന് ഇറക്കി വിടേണ്ടി വന്ന മനുഷ്യരും നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ടാകും. അത് കാണാനുള്ള കണ്ണുണ്ടായാൽ മതി. വേദനിപ്പിച്ച മനുഷ്യരെയും അങ്ങനെ താങ്ക്ഫുൾ ആയിട്ട് കാണാൻ കഴിയുന്നത് തന്നെയാണ് ആ വേദനകളിൽ നിന്നും പുറത്തു കടക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. ആലോചിച്ചു നോക്ക്, ഉള്ളിലുള്ള ആ മുറിവ് തന്നെയല്ലേ നിങ്ങളെ ഷാർപ്പൻ ചെയ്തത്, നിങ്ങളെ ഇന്ന് കാണുന്ന തരത്തിൽ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആക്കി മാറ്റിയത്. സോ വേദനിപ്പിച്ച മനുഷ്യരോടും താങ്ക്ഫുൾ ആകാൻ ശ്രമിക്കാം. ഇനിയും ഉണങ്ങാത്ത മുറിവുകൾ നിങ്ങളുടെ ഉള്ളിൽ കിടന്ന് നീറുന്നുണ്ടോ? നിങ്ങൾക്ക് അയാൾ തന്നത് എത്ര വലിയ വേദനയാണെങ്കിലും, നിങ്ങളെ അയാൾ പരിഗണിച്ചത് എത്ര മോശമായ രീതിയിലാണെങ്കിലും, നിങ്ങൾ അയാൾക്ക് നൽകിയ നിഷ്കളങ്കമായ സ്നേഹത്തെ ഓർത്ത് മാപ്പ് കൊടുത്തേക്കുക. Forgiveness doesn't mean to accept a wrong person again into your life. ജസ്റ്റ് ആ വേദനകൾക്കും വേദനിപ്പിച്ച മനുഷ്യർക്കും മാപ്പ് കൊടുത്തു നോക്കൂ. ആൻഡ് ട്രസ്റ്റ് മീ, നിങ്ങളുടെ ഉള്ളിലെ ആ മുറിവുണങ്ങുന്ന അത്ഭുതം നിങ്ങൾക്ക് അനുഭവിച്ചറിയാനാകും. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ലൈഫ് മാറും. ബി ഹാപ്പി.